നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് ചാപ്റ്റർ 2 അല്ല, 5ാമത്തെ ചാപ്റ്ററാണ് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, മൂലകങ്ങളും സംയുക്തങ്ങളും. ആ യൂണിറ്റിൻ്റെ ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും അതിൻ്റെ അകത്തുള്ള ആക്ടിവിറ്റി സോൾവിങ്ങും ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക 8ാം ക്ലാസ്സിലെ കൂടുതൽ വീഡിയോസിനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് 8ാം ക്ലാസ്സിലെ മറ്റുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത് രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് കെമിസ്ട്രിയിൽ രണ്ടാമത്തെ ചാപ്റ്ററും നമ്മളെ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററും. യൂണിറ്റിൻ്റെ പേര് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, മൂലകങ്ങളും സംയുക്തങ്ങളും. നോക്കിയോളൂ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ചുറ്റും കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും വ്യത്യസ്തങ്ങളായ മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. ഈ തന്മാത്രകൾ അല്ലെങ്കിൽ ഈ മോളിക്യൂൾസ് ഓരോന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അവയുടെ ഘടനകളിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ഡെഫിനിഷനാണ്. ഏറ്റവും താഴെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. മോളിക്യൂളിൻ്റെ ഒരു ഡെഫിനിഷനാണ് തന്നിട്ടുള്ളത്. ക്യാൻ യു ഫോർമുലേറ്റ് എ ഡെഫിനിഷൻ ഫോർ മോളിക്യൂൾസ്? മോളിക്യൂൾസിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ തന്മാത്രയുടെ ഒരു നിർവചനം എന്താണ്? മോളിക്യൂൾസ് ആർ the smallest independent and stable particles that have all the fundamental properties of a pure substance. അപ്പോൾ molecules are the smallest independent and stable particles. ഈ മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ്, ഏറ്റവും ചെറുതും, പിന്നെ ഇൻഡിപെൻഡൻറ്റ്, സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതും, പിന്നെ ആൻഡ് സ്റ്റേബിൾ, സ്റ്റേബിൾ എന്ന് വെച്ചാൽ സ്ഥിരതയുള്ളതുമായിട്ടുള്ള പാർട്ടിക്കിൾസ്, സ്ഥിരതയുള്ളതുമായിട്ടുള്ള കണികകൾ. പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ കണികകളാണ് എന്ത് പറയുന്നത്? മോളിക്യൂൾസ്. പിന്നെ എന്താണ്? ദാറ്റ് ഹാവ് ഓൾ ദ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ്. അതിന്, അതായത് ഈ പറയുന്ന പാർട്ടിക്കിൾസിൻ്റെ, ഈ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഈ ഒരു മോളിക്യൂളിന് എന്തുണ്ട്? ഓൾ ദ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ്, എല്ലാ അടിസ്ഥാന ഗുണങ്ങളുമുണ്ട്. ഏതിൻ്റെ? ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ്, ഒരു ശുദ്ധ പദാർത്ഥത്തിൻ്റെ. ഒരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ എല്ലാ അടിസ്ഥാന ഗുണങ്ങളുള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികകളാണ് എന്ത് പറയുന്നത്? തന്മാത്രകൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ ഡെഫിനിഷനാണ്, പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോക്സിലുള്ളത് പഠിച്ചോളണം കേട്ടോ. അടുത്തതായിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. Do you know that new molecules are formed through chemical reactions? ഓരോ രാസപ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ് പുതിയ മോളിക്യൂൾസ് അല്ലെ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നത്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയോളൂ. ബേൺ എ മാഗ്നീഷ്യൻ റിബൺ വിച്ച് ഈസ് സ്ക്രബ്ഡ് ക്ലീൻ. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. അതായത് നന്നായിട്ട് ക്ലീൻ ചെയ്ത, സ്ക്രബ് ചെയ്യുക എന്ന് വെച്ചാൽ ഉരച്ച് ക്ലീൻ ചെയ്ത മഗ്നീഷ്യൻ റിബണിനെ നമ്മൾ എന്ത് ചെയ്യണം? ബേൺ ചെയ്യണം, കത്തിക്കണം. എന്താണ് നമുക്ക് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ഒബ്സർവേഷൻ എന്താണോ അത് നമ്മൾ അവിടെ എഴുതണം അല്ലേ? അപ്പോൾ അവിടുത്തെ ആ ഒബ്സർവേഷൻ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ്? മഗ്നീഷ്യൻ റിബൺ ബേൺസ് വിത്ത് എ ബ്രൈറ്റ് ഫ്ലെയിം. ഈ മഗ്നീഷ്യൻ റിബൺ നല്ല ബ്രൈറ്റ് ആയിട്ട് അല്ലെ നല്ല ശോഭയോട് കൂടി എന്ത് ചെയ്യുന്നു? കത്തുന്നു. പിന്നെ എന്താണ്? എ വൈറ്റ് പൗഡർ ഈസ് ഒബ്റ്റെയിൻഡ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വൈറ്റ് പൗഡർ, ഒരു വെളുത്ത പൊടി ലഭിക്കുന്നു. മഗ്നീഷ്യൻ റിബൺ തിളങ്ങുന്ന ജ്വാലയോടെ കത്തുന്നു, ഒരു വെളുത്ത പൊടി നമുക്ക് ലഭിക്കുന്നു. അതാണ് അവിടുത്തെ ഒബ്സർവേഷനായിട്ട് നമ്മൾ എഴുതേണ്ടത്. നോക്കിയോളൂ, വാട്ട് ഈസ് ദ വൈറ്റ് പൗഡർ ഒബ്റ്റെയിൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിച്ച ഒരു വൈറ്റ് പൗഡർ എന്താണ്? അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് എന്താണ് ലഭിച്ചത്? എ വൈറ്റ് പൗഡർ ഒബ്റ്റെയിൻഡ്. ഒരു വൈറ്റ് പൗഡറാണ് നമുക്ക് ലഭിച്ചത് അല്ലേ? ഒരു വെളുത്ത പൊടിയാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഏതാണ് ഈ ഒരു വെളുത്ത പൊടി എന്ന് പറയുന്നത്? അതിൻ്റെ ആൻസർ താഴെ ഉണ്ട്. ഇറ്റ് ഈസ് മാഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് വെൻ മാഗ്നീഷ്യം റിയാക്റ്റഡ് വിത്ത് ഓക്സിജൻ. അതായത് മഗ്നീഷ്യം റിബൺ നമ്മൾ കത്തിക്കുമ്പോൾ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പുതിയ മോളിക്യൂൾ ഏതാണ്? മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പം മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് അവിടെ ഉണ്ടായ ആ ഒരു വൈറ്റ് പൗഡർ എന്ന് പറയുന്നത് എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡാണ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ന്യൂ മോളിക്യൂൾസ് വെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ. വ്യത്യസ്തമായ രണ്ട് മോളിക്യൂൾസ് കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ച് പുതിയൊരു മോളിക്യൂൾ ഉണ്ടാകുന്നതിന് എക്സാമ്പിളാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏതാണ് എക്സ്പെരിമെൻറ്റ്? മഗ്നീഷ്യം ഓക്സിജനും റിയാക്ട് ചെയ്ത് അവിടെ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത്. സിമിലർലി ലെറ്റ് us see if we can dissociate
മോളിക്യൂൾസ് ടു മേക്ക് ന്യൂ മോളിക്യൂൾസ്. ഇതുപോലെ തന്നെ ഈ മോളിക്യൂൾസ് തമ്മിൽ ഡിസോസിയേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്, വിഘടിച്ചും പുതിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അതായത് രണ്ട് മോളിക്യൂൾസ് ഒരുമിച്ച് ചേർന്ന് പുതിയ ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ രണ്ട് മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്ത് വിഘടിച്ചും പുതിയൊരു മോളിക്യൂൾ ഉണ്ടാകുന്നുണ്ട്. ടേക്ക് സം ഷുഗർ ഇൻ എ ഡ്രൈ ബോയിലിംഗ് ട്യൂബ്. ഒരു ഡ്രൈ ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് നമുക്ക് ഷുഗർ എടുക്കണം. കവർ ദ മൗത്ത് ഓഫ് ദി ബോയിലിംഗ് ട്യൂബ് വിത്ത് എ പീസ് ഓഫ് കോട്ടൺ. ഒരു പീസ് കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞി ഉപയോഗിച്ച്, ഇതായി ഫിഗർ 5.3 കൊടുത്തിട്ടുണ്ട്. പഞ്ഞി ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അല്ലെങ്കിൽ ബോയിലിംഗ് ട്യൂബിൻ്റെ വായ ഭാഗം മൂടുക. ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് സ്ട്രോങ്ലി ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് മിനിറ്റ്സ് നമ്മൾ ഈ ഒരു ബോയിലിംഗ് ട്യൂബിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. റൈറ്റ് യു ഒബ്സർവേഷൻ. നിങ്ങളുടെ ഒബ്സർവേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ഒബ്സർവേഷനാണ് എഴുതിയിരിക്കുന്നത്. എ ബ്ലാക്ക് സബ്സ്റ്റൻസ് ലെഫ്റ്റ് ഇൻ ദ ബോയിലിംഗ് ട്യൂബ്. ആ ബോയിലിംഗ് ട്യൂബിൽ ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് അവശേഷിക്കുന്നു. ഒരു കറുത്ത നിറത്തിലുള്ള ഒരു പദാർത്ഥം ബോയിലിംഗ് ട്യൂബിൽ അവശേഷിക്കുന്നു. ഇനി പിന്നെന്താ, വി ക്യാൻ സീ വാട്ടർ ഡ്രോപ്സ് ഓൺ ദ സൈഡ്സ് ഓഫ് ദി ബോയിലിംഗ് ട്യൂബ്. ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ സൈഡിൽ നമുക്ക് വാട്ടർ ഡ്രോപ്സ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ തുള്ളികൾ കാണാൻ കഴിയും, അല്ലേ? ആ ബോയിലിംഗ് ട്യൂബിൻ്റെ വശങ്ങളിൽ ജലത്തുള്ളികൾ കാണാൻ കഴിയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മലയാളം ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. വാട്ട് ഈസ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസ് ലെഫ്റ്റ് ഇൻ ദ ബോയിലിംഗ് ട്യൂബ്? ഈ ബോയിലിംഗ് ട്യൂബിൽ അപ്പോൾ ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് അവശേഷിക്കും. എന്താണ് അവശേഷിച്ച ബ്ലാക്ക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? അത് കാർബണാണ്. അവിടെ അവശേഷിച്ച ആ ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എന്തുവാണ്? കാർബൺ. വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് സീൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്? ആ ബോയിലിംഗ് ട്യൂബിൻ്റെ സൈഡ്സിൽ കാണപ്പെടുന്ന സബ്സ്റ്റൻസ് ഏതാണ്? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ജലത്തിൻ്റെ തുള്ളികളാണ് ബോയിലിംഗ് ട്യൂബിൻ്റെ വശങ്ങളിൽ അവശേഷിച്ച സബ്സ്റ്റൻസ്. Did you observe that when sugar is heated, carbon and water are formed? നമ്മൾ ഷുഗറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് ഏതൊക്കെയാണ്? കാർബണും എന്തൊക്കെയാണ്? കാർബണും വാട്ടറുമാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡിസോസിയേറ്റ് റിയാക്ഷനാണ്, അല്ലേ? വിഘടന പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്, അല്ലേ? കാരണം ഷുഗർ എന്ന് പറയുന്ന ആ വസ്തുവിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെയാണ്? വാട്ടർ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ കാർബണും ഉണ്ടാകുന്നുണ്ട്. Through this experiment, we can understand that sugar molecules can be broken down through chemical reactions. ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഷുഗർ മോളിക്യൂൾസ് കെമിക്കൽ റിയാക്ഷനിലൂടെ ബ്രോക്കൺ ഡൗൺ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെൻറ്റ്. ഇനി മറ്റൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഷുഗറിനെ ചൂടാക്കുമ്പോൾ അവിടെ രണ്ട് സബ്സ്റ്റൻസ് ആണ് ഫോം ചെയ്തത്. ഏതൊക്കെയാണ് ആ സബ്സ്റ്റൻസ്? വാട്ടർ ആൻഡ് കാർബൺ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് മറ്റൊരു എക്സ്പെരിമെൻറ്റ്. ടേക്ക് സം ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം. ആൻഡ് ആഡ് എ സ്മാൾ പീസ് ഓഫ് മാഗ്നീഷ്യം ടു ഇറ്റ്. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ചെറിയ പീസ് മാഗ്നീഷ്യം ഇടുക. ഇൻട്രൊഡ്യൂസ് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് നമ്മളൊരു കത്തിച്ച ചന്ദനത്തിരിനെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷനിൽ കൊണ്ടുവരിക. നിങ്ങളുടെ ഒബ്സർവേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടുത്തെ ഒബ്സർവേഷൻ? എ ഗ്യാസ് ഈസ് ബബിൾഡ് ഫ്രം ദ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഒരു ഗ്യാസ് ഇങ്ങനെ ബബിൾ ചെയ്ത് വരുന്നത്, കുമിളകളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. വെൻ എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷനിൽ, അല്ലെ, വായ ഭാഗത്തേക്ക് നമ്മൾ കത്തുന്ന ഒരു ചന്ദനത്തിരി വരുവാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് വന്നില്ലേ? ആ ഗ്യാസ് ഒരു പോപ്പ് സൗണ്ടോട് കൂടി, അതായത് പോപ്പ് ഇങ്ങനെ ഒരു സൗണ്ടോട് കൂടി എന്ത് ചെയ്യുന്നു? ബേൺ ചെയ്യുന്നു, കത്തുന്നു. ഓൾസോ വാട്ടർ ഡ്രോപ്സ് ആർ ഫോംഡ് ഓൺ ദ സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൊക്കെ എന്താ ഒരു വാട്ടർ ഡ്രോപ്സ്, അല്ലേ, വെള്ളത്തിൻ്റെ തുള്ളികളും പ്രസൻ്റ് ആവുന്നു, അല്ലേ? കാണപ്പെടുന്നു. ഓക്കെ ആണല്ലോ? അപ്പം ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്മുടെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. അതായത് ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഇങ്ങനെ ഗ്യാസ് വരുന്നതും പോപ്പ് സൗണ്ടോട് കൂടി ഇങ്ങനെ കത്തുന്നതും ഒക്കെ നല്ല കറക്റ്റായിട്ട് ഒത്തിരി വീഡിയോസിൽ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ട്യൂബിൽ നിന്നൊരു വാതകം പുറത്തേക്ക് വരുന്നു. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ ഭാഗത്തേക്ക് ഒരു കത്തുന്ന ചന്ദനത്തിരി കാണിക്കുമ്പോൾ ആ വാതകം പോപ്പ് എന്ന ശബ്ദത്തോടെ കത്തുന്നു. കൂടാതെ ടെസ്റ്റ് ട്യൂബിൻ്റെ വശത്ത് ജലത്തുള്ളികൾ രൂപക്കൊള്ളുന്നു. വാട്ട് ഈസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസ് ഏതാണ്? അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസ് ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസിഡും ഒരു മെറ്റൽ, ഇവിടെ മാഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ മെറ്റലാണ്, മെറ്റലും കൂടെ റിയാക്ട് ചെയ്താൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതായിരിക്കും? ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാതെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ വാട്ട് ഇസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ?
ഹൈഡ്രജൻ. ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് ദിസ് റിയാക്ഷൻ? ഈ ഒരു റിയാക്ഷനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? നോക്കിയോളൂ, മെഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണല്ലോ ഗീവ്സ് മെഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. അവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? മെഗ്നീഷ്യം ക്ലോറൈഡും പിന്നെ ഹൈഡ്രജനുമാണ് പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും ആണ് ഇവിടുത്തെ റിയാക്റ്റൻസ്. ഇവിടുത്തെ പ്രോഡക്ട്സ് മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും. റിയാക്റ്റൻസ് എന്ന് വെച്ചാൽ അഭികാരകങ്ങൾ. ഇവിടുത്തെ അഭികാരകങ്ങൾ മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും, അതുപോലെ ഇവിടുത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത് മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കളക്ട് ഹൈഡ്രജൻ ഗ്യാസ് ഒപ്റ്റൈൻഡ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് ഇൻ ടു അനദർ മോയ്സ്ചർ ഫ്രീ ടെസ്റ്റ് ട്യൂബ്. നമ്മൾ ഈ ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് ലഭിച്ച ഹൈഡ്രജൻ ഗ്യാസിന് ഒരു മോയ്സ്ചർ ഫ്രീ ആയിട്ടുള്ള ഈർപ്പരഹിതമായിട്ടുള്ള ഒരു ടെസ്റ്റ് ട്യൂബിലോട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നു. ആൻഡ് ഇൻട്രൊഡ്യൂസ് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ടു ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ വായ ഭാഗത്ത് ഒരു കത്തിച്ച ചന്ദനത്തിരി നമ്മൾ കാണിക്കുകയാണ്. നിങ്ങളുടെ ഒബ്സർവേഷൻ എഴുതാനാണ് പറഞ്ഞത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? When a burning incense stick is shown to hydrogen gas, അതായത് that collected to a moisture free test tube, ഒരു moisture free test ട്യൂബിൽ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് കളക്ട് ചെയ്തു അല്ലേ. എന്നിട്ട് ഈ കളക്ട് ചെയ്ത ഹൈഡ്രജൻ ഗ്യാസിൻ്റെ കളക്ട് ചെയ്ത ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ ഭാഗത്തേക്ക് നമ്മളൊരു ബേണിംഗ് അതായത് കത്തുന്ന ഇൻസെൻസ് സ്റ്റിക്ക് ചന്ദനത്തിരി കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റുന്നു? ദ ഗ്യാസ് ബേൺ ബൈ ഇറ്റ് സെൽഫ്. ആ ഗ്യാസ് എന്ത് ചെയ്യുന്നു? സ്വയം കത്തുന്നു. ആൻഡ് വാട്ടർ ഡ്രോപ്സ് ആർ ഫോംഡ് ഓൺ ദ സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ വാട്ടർ ഡ്രോപ്സ് ഫോം ചെയ്യുന്നു, വെള്ളത്തുള്ളികൾ രൂപപ്പെടുന്നു. മനസ്സിലായോ? ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഈർപ്പമില്ലാത്ത ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ശേഖരിക്കപ്പെടുന്ന ഹൈഡ്രജൻ വാതകത്തെ ഒരു കത്തുന്ന ചന്ദനത്തിരി കാണിക്കുമ്പോൾ വാതകം സ്വയം കത്തുകയും വെള്ളത്തുള്ളികൾ ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഒബ്സർവേഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ പ്രസൻസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓൺ ദ സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്? ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ നമ്മൾ വാട്ടർ ഡ്രോപ്സിൻ്റെ പ്രസൻസ് കണ്ടല്ലോ അല്ലെ, ജലത്തുള്ളികൾ ഉണ്ടായിരുന്നു അല്ലേ. അതിൽ നിന്ന് നമുക്ക് എന്താണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിൻ്റെ ആൻസറാണ് ഇതായി താഴെ എഴുതിയിട്ടുള്ളത്. ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് ഹൈഡ്രജൻ കളക്റ്റഡ് ഇൻ ദ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ആ ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഹൈഡ്രജൻ കളക്ട് ചെയ്തു. ഈ കളക്ട് ചെയ്ത ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്തുണ്ടായി? വെള്ളം അല്ലേ, വാട്ടർ ഉണ്ടായി, ജലം ഉണ്ടായി. അതാണ് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത് അല്ലേ. അങ്ങനെയാണ് അവിടെ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിൽ ജലത്തുള്ളികൾ പറ്റിപ്പിടിച്ച് ഇരിക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു റിയാക്ഷനാണ് താഴെ എഴുതിയിട്ടുള്ളത്. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ എന്ത് കിട്ടുന്നു? നമുക്ക് വാട്ടർ അല്ലെങ്കിൽ ജലം ലഭിക്കുന്നു. മനസ്സിലായോ? ഇത്രയാണ് നമുക്കിവിടെ ഒരു 3 എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഈ 3 എക്സ്പെരിമെൻറ്റിലും എന്താണ് ഇവിടെ കാണിക്കുന്നത്? സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്തോ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഡീകമ്പോസ് ചെയ്തോ എന്തുണ്ടാകുന്നു? പുതിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. 2 സബ്സ്റ്റൻസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് പുതിയ മോളിക്യൂൾസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ഡീകമ്പോസ് ചെയ്ത് പുതിയ മോളിക്യൂൾ ഉണ്ടാകുന്നു. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. ഇവിടെ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകളെയാണ് കൊടുത്തിട്ടുള്ളത്. ആരൊക്കെയാണ്? ഹെൻറി കാവൻഡിഷും സർ ഹംഫ്രി ഡേവിയും. അപ്പോൾ നോക്കിയോളൂ, ആദ്യം നമുക്ക് കാവൻഡിഷിൻ്റെ കാര്യം നോക്കാം. ഹെൻറി കാവൻഡിഷ് പ്രൂവ്ഡ് ദാറ്റ് വാട്ടർ ഈസ് എ സബ്സ്റ്റൻസ് മേഡ് അപ്പ് ഓഫ് മോർ ദാൻ 1 എലമെൻറ്റ്. ജലം എന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത് ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന ഒരു പദാർത്ഥമാണ് എന്ന് പ്രൂവ് ചെയ്ത ആളാണ് ഹെൻറി കാവൻഡിഷ്. His experiment of burning hydrogen gas in the presence of oxygen helped to know about the components of water. ഈ കാവൻഡിഷ് എന്ത് ചെയ്തെന്നറിയാമോ? ബേണിംഗ് ഹൈഡ്രജൻ ഗ്യാസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഹൈഡ്രജൻ ഗ്യാസിനെ ബേൺ ചെയ്തു, ജ്വലിപ്പിച്ചു, കത്തിച്ചു. ഏതിൽ? ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ. അത് ഹെൽപ്പ് ചെയ്തു. എന്താ? ടു നോ അബൌട്ട് ദ കമ്പണൻസ് ഓഫ് വാട്ടർ. ജലത്തിൻ്റെ കമ്പണൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് നമ്മെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മെ സഹായിച്ചു. ആരുടെ? ഈ കാവൻഡിഷിൻ്റെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ജലത്തിൻ്റെ കമ്പണൻസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിച്ചത് കാവൻഡിഷിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസിനെ എന്ത് ചെയ്തു? ബേൺ ചെയ്തു വിത്ത് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ ഗ്യാസിനെ ബേൺ ചെയ്ത് ജലത്തിൻ്റെ കമ്പണൻസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിച്ചു. ആര്? ഹെൻറി കാവൻഡിഷ്. ഇനി അടുത്തത് നമ്മൾ ഹംഫ്രി ഡേവി. ഇൻ 1806 സർ ഹംഫ്രി ഡേവി ഡിസ്കവേർഡ് ദാറ്റ് വാട്ടർ കുഡ് ബി സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. 1806 ഹംഫ്രി ഡേവി എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ വാട്ടർ കുഡ് ബി സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ടറിനെ നമുക്ക് ഹൈഡ്രജനും ഓക്സിജൻ എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ, ജലത്തിലൂടെ. എങ്ങനെയാണ്? ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. ജലത്തിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വൈദ്യുതി കടത്തി വിട്ടിട്ട് ഈ ജലത്തിനെ ഹൈഡ്രജൻ എന്നും ഓക്സിജൻ എന്നും 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം എന്ന് കണ്ടുപിടിച്ച ആളാണ് ഹംഫ്രി ഡേവി. മനസ്സിലായോ? ഹംഫ്രി ഡേവിയും കാവൻഡിഷും എന്തൊക്കെയാണ് കണ്ടുപിടിച്ചതെന്നുള്ളത്?
അടുത്ത നോക്കിയോളൂ. വിച്ച് ആർ ദ സബ്സ്റ്റൻസസ് ഒബ്റ്റൈൻഡ് വെൻ വാട്ടർ ഈസ് ഡിസോസിയേറ്റഡ്. വാട്ടറിനെ ഡിസോസിയേറ്റ് ചെയ്താൽ, അതായത് വിഘടിപ്പിച്ചാൽ അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് ലഭിക്കുന്നത്? നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കും. ഇനി ക്യാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബി ഫർദർ സ്പ്ലിറ്റ് ഇൻ ടു കമ്പണൻസ്. ഈ ഹൈഡ്രജനെയും ഓക്സിജനെയും വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുമോ? ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസേഴ്സ് ആണ് ഇനി താഴെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത് ആറ്റം. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? ആറ്റം. We have learned that molecules are the smallest particles obtained by dissociating various substances having their fundamental properties. അതായത് ഈ പദാർത്ഥങ്ങളെയൊക്കെ സബ്സ്റ്റൻസിനെയൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ ഉള്ളതുമായ ഏറ്റവും ചെറിയ കണികയാണല്ലോ നമ്മുടെ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പഠിച്ചു അതിൻ്റെ ഒരു ഡെഫിനിഷൻ. വാട്ട് ഇഫ് മോളിക്യൂൾസ് ആർ സ്പ്ലിറ്റ് അഗൈൻ? വീണ്ടും ഈ മോളിക്യൂൾസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താലോ? ആറ്റംസ് ആർ ഒബ്റ്റൈൻഡ് വെൻ മോളിക്യൂൾസ് ആർ സ്പ്ലിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മൾ മോളിക്യൂൾസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പദാർത്ഥത്തിൻ്റെ പേരാണ് ഏത്? ആറ്റംസ്, ആറ്റങ്ങൾ. മനസ്സിലായോ? ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ആറ്റംസ് ആർ ഒബ്റ്റൈൻഡ് വെൻ മോളിക്യൂൾസ് ആർ സ്പ്ലിറ്റ്. മോളിക്യൂൾസിനെ അല്ലെങ്കിൽ തന്മാത്രകളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പദാർത്ഥത്തിൻ്റെ പേരെന്താണ്? ആറ്റംസ് അല്ലെങ്കിൽ ആറ്റങ്ങൾ. The molecules of every substance are made up of minute atoms. ഏതൊരു തന്മാത്രകളെയും നിർമ്മിച്ചിരിക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള, മൈന്യൂട്ട് എന്ന് വെച്ചാൽ അതിസൂക്ഷ്മമായിട്ടുള്ള ആറ്റം കൊണ്ടാണ്. ഓൾ സബ്സ്റ്റൻസസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. നമ്മുടെ യൂണിവേഴ്സിലെ അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ സബ്സ്റ്റൻസും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റംസ്, ആറ്റങ്ങൾ കൊണ്ടാണ്. ദ വേർഡ് ആറ്റം കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ആറ്റമോസ് വിച്ച് മീൻസ് ഇൻഡിവിസിബിൾ. ഇൻഡിവിസിബിൾ എന്ന അർത്ഥമുള്ള അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥമുള്ള ആറ്റമോസ്, ആറ്റമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആറ്റം എന്ന് പറയുന്ന പദം ലഭിച്ചത് അല്ലെങ്കിൽ കടന്നു വന്നത്. അപ്പോൾ ആറ്റം എന്നാൽ എന്തിനെ വിഭജിച്ചാണ് നമുക്ക് ആറ്റം ലഭിക്കുന്നത്? മോളിക്യൂൾസിനെ നമ്മൾ ഫർദർ ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആറ്റം ലഭിക്കുന്നത്. ആറ്റം എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള സബ്സ്റ്റൻസ് ആണല്ലോ. ഇനി ഈ ഓൾ ദ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ്, നമ്മുടെ യൂണിവേഴ്സിലെ എല്ലാ സബ്സ്റ്റൻസും മെയ്ഡ് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? ആറ്റംസ് വെച്ചിട്ടാണ്. ആറ്റം എന്ന പദം വന്നിട്ടുള്ളത് ഏത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്? ആറ്റമോസ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആറ്റം എന്ന് പറയുന്ന പദം വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആറ്റമോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം എന്താണ്? ഇൻഡിവിസിബിൾ, വിഭജിക്കാൻ കഴിയാത്തത്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിയല്ലോ. ഡെമോക്രീറ്റസ് proposed that all matter is made up of indivisible particles called atoms. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണ്? എല്ലാ മാറ്ററും, എല്ലാ പദാർത്ഥങ്ങളും വളരെ ഇൻഡിവിസിബിൾ, അതായത് വീണ്ടും വിഭജിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിക്കിൾസ് ആയ ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പ്രപ്പോസ് ചെയ്ത എന്ന ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ച ആളാണ് ഡെമോക്രീറ്റസ്. ആരാണ്? ഡെമോക്രീറ്റസ്. ആ വേർഡ് ഓർക്കുക. ഡെമോക്രീറ്റസ് വേർഡല്ല, അതൊരു ആളിൻ്റെ പേരാണ്. ഡെമോക്രീറ്റസ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഡെമോക്രീറ്റസ് പ്രപ്പോസ് ചെയ്തു അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചു. എന്താ മുന്നോട്ട് വെച്ചത്? ഓൾ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ്. ആറ്റം എന്നറിയപ്പെടുന്ന ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. അവിടെ ആലോചിക്കണം, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, ഇനി നമുക്ക് ഒട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കണികയാണ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് ഈ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? ഡെമോക്രീറ്റസ്. In 1807, John Dalton proposed the atomic theory to explain the nature of the atom. ഈ ആറ്റത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലേക്കായിട്ട് ജോൺ ഡാൾട്ടൺ എന്നൊരാൾ എന്ത് മുന്നോട്ട് വെച്ചു? അറ്റോമിക് തിയറി അല്ലേ, അറ്റോമിക് തിയറി അല്ലെങ്കിൽ ആറ്റം സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡോൾട്ടൺസ് അറ്റോമിക് തിയറി ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഇൻ മോഡേൺ കെമിസ്ട്രി. മോഡേൺ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഡാൾട്ടൻ്റെ ഈ അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. ദ ഐഡിയാസ് പുട്ട് ഫോർവേഡ് ബൈ ഡോൾട്ടൺ ആർ ഗിവൺ ബിലോ. ഈ അറ്റോമിക് തിയറിയിൽ ഡോൾട്ടൺ മുന്നോട്ട് വെച്ച ഐഡിയാസാണ് ഇവിടെ ബുള്ളറ്റിനിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അറ്റോമിക് തിയറി എന്താണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഓരോ പോയിൻറ്റും, എല്ലാ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചോളണം കേട്ടോ. അത് എന്തായാലും പഠിച്ചോളണം. നോക്കിയോളൂ, നമുക്ക് ഇതിൻ്റെ ഓരോ പോയിൻ്റായിട്ട്
പഠിച്ചു പോവാം. നിങ്ങളിപ്പോൾ തന്നെ പറഞ്ഞ് പഠിക്കുക കേട്ടോ. ഒന്നാമത്തെ പോയിന്റ്, ഓൾ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ്. എളുപ്പമല്ലേ? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിസൂക്ഷ്മമായിട്ടുള്ള കണങ്ങളാൽ നിർമ്മിതമാണ്. എന്താണ്? ഓൾ മാറ്റർ, എല്ലാ പദാർത്ഥങ്ങളും മെയ്ഡ് അപ്പ് ഓഫ്, നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിസൂക്ഷ്മമായിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ്. കോൾഡ് ആറ്റംസ്. അതിനെന്ത് പറയുന്നു? ആറ്റംസ് എന്ന് പറയുന്നു. രണ്ടാമത്തെ പോയിന്റ്, an atom is the smallest particles that can participate in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ഏർപ്പെടുന്ന വളരെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് എന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? an atom is the smallest particle. ഒരു ആറ്റം എന്ന് പറയുന്നത് വളരെ ചെറിയ പാർട്ടിക്കിളാണ്. എങ്ങനെ? ദാറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് ആര്? ഒരു ആറ്റം എന്ന് പറയുന്നത്. 2 പോയിൻ്റായേ, പഠിച്ചല്ലോ. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അടുത്തത്, an atom cannot be divided during a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ, ഒരു രാസപ്രവർത്തന വേളയിൽ ഒരു ആറ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ആറ്റം cannot be divided during a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആറ്റത്തെ എന്ത് ചെയ്യാൻ കഴിയില്ല? വിഭജിക്കാൻ കഴിയില്ല, ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ an atom cannot be created or destroyed. ഒരു ആറ്റത്തെ ക്രിയേറ്റ് ചെയ്യാനോ ഡെസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല, നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഇനി ഓൾ ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ് ആർ ഓഫ് ദ സെയിം സൈസ്, പ്രോപ്പർട്ടി ആൻഡ് മാസ്. ഒരു എലമെൻറ്റിലുള്ള അല്ലെങ്കിൽ ഒരു മൂലകത്തിലുള്ള എല്ലാ ആറ്റംസും, എല്ലാ ആറ്റങ്ങളും എന്താണ്? സെയിം സൈസ് ആയിരിക്കും, സെയിം പ്രോപ്പർട്ടി ആയിരിക്കും, സെയിം മാസ് ആയിരിക്കും. ഒരേ മാസും ഒരേ സൈസും ഒരേ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരേ സ്വഭാവവുമായിരിക്കും ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങൾക്കും. ഒരു മൂലകത്തിലെ എല്ലാ ആറ്റങ്ങൾക്കും എന്തൊക്കെയാണ്? സെയിം സൈസ്, സെയിം പ്രോപ്പർട്ടി ആൻഡ് സെയിം മാസ്. അടുത്ത പോയിന്റ്, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ ദെയർ സൈസ്, പ്രോപ്പർട്ടി ആൻഡ് മാസ്. ഡിഫറെൻറ്റ് എലമെൻറ്റ്സിലുള്ള ആറ്റംസിന് ഡിഫറെൻറ്റ് സൈസും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടിയും ഡിഫറെൻറ്റ് മാസും ആയിരിക്കും. മനസ്സിലായോ? ഇത്രയാണ് ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറി എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളണം. അറ്റോമിക് തിയറി മുന്നോട്ട് വെച്ചത്, പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരെന്തുവാണ്? ജോൺ ഡാൾട്ടൺ. ആരാണ്? ജോൺ ഡാൾട്ടൺ. അറ്റോമിക് തിയറി മുന്നോട്ട് വെച്ചത് ജോൺ ഡാൾട്ടൺ ആയിരുന്നു. You know that a water molecule is made up of 2 atoms of hydrogen and 1 atom of oxygen. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ ജലം എന്ന് പറയുന്ന തന്മാത്ര രൂപപ്പെട്ടിരിക്കുന്നതെന്ന്? എങ്ങനെയാണ്? ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങളും ഓക്സിജൻ്റെ 1 ആറ്റവും ചേർന്നാണ് വാട്ടറിൻ്റെ ഒരു തന്മാത്ര അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ രൂപപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വാട്ടർ മോളിക്യൂൾസിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം. ലുക്ക് അറ്റ് ദ ടേബിൾ ബിലോ. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? മോളിക്യൂൾസ്, അമോണിയ എന്ന് പറയുന്ന മോളിക്യൂൾ, അമോണിയ മോളിക്യൂൾസ് എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്? ആറ്റംസിൻ്റെ മോളിക്യൂൾ, ആ തന്മാത്രയിലെ ആറ്റങ്ങൾ ഏതൊക്കെയാണ്? 1 ആറ്റം ഓഫ് നൈട്രജൻ, 3 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ, NH3 എന്നാണ് നമ്മൾ അമോണിയ എഴുതുന്നത്. അപ്പോൾ ഒരു നൈട്രജൻ്റെ ആറ്റവും പിന്നെ 3 ഹൈഡ്രജൻ്റെ ആറ്റവും ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്? അമോണിയ. അപ്പോൾ അമോണിയ എന്ന് പറയുന്നത് രൂപപ്പെട്ടിരിക്കുന്നത് 1 ആറ്റം ഓഫ് നൈട്രജൻ, 3 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ. ഇനി ഓക്സിജൻ, 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ, O2 എന്നാണ് നമ്മൾ സാധാരണ ഓക്സിജൻ എഴുതുന്നത്. അപ്പോൾ 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ ആണ് ഓക്സിജൻ എന്ന് പറയുന്ന മോളിക്യൂൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി ക്ലോറിൻ ആണെങ്കിൽ 2 ആറ്റംസ് ഓഫ് ക്ലോറിൻ. ഇനി മീഥെയിൻ ആണെങ്കിലോ 1 ആറ്റം ഓഫ് കാർബൺ, 4 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ, അതായത് CH4. 1 ആറ്റം കാർബണും 4 ആറ്റം ഓഫ് ഹൈഡ്രജനും. ഇനി ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ, H2 എന്ന് എഴുതുന്നത്. ഇനി കാർബൺ ഡയോക്സൈഡ്, CO2 അല്ലേ? 1 ആറ്റം ഓഫ് കാർബൺ ആൻഡ് 2 ആറ്റംസ് ഓഫ് ഓക്സിജൻ. ഈ ഒരു ടേബിൾ പഠിച്ചോളണം കേട്ടോ. ഇനി ആ ടേബിളിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് മോളിക്യൂൾസ് ഇൻ ദ ടേബിൾ കൺസിസ്റ്റ് ഓഫ് ദ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ്? ഒരേ ടൈപ്പ് ആറ്റംസ് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസ് ഈ പട്ടികയിൽ ഏതാണ്? വിച്ച് ഓഫ് ദീസ് മോളിക്യൂൾസ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ്? ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ആറ്റംസ് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾ ഏതാണ്? ഏതൊക്കെയാണത്? അപ്പോൾ ഇവിടെ ഒരേ ആറ്റംസ് അല്ലേ, ഒരേ ഇനം ആറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസ് ഏതൊക്കെയാണ്? അത് ഓക്സിജനും ക്ലോറിനും ഹൈഡ്രജനുമാണ്. ഓക്സിജനും ക്ലോറിനും ഹൈഡ്രജനുമാണ് ഒരേ ഇനം സെയിം ആറ്റംസ് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇനി വ്യത്യസ്ത ഇനം ഡിഫറെൻറ്റ് ആറ്റംസ് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസ് ഏതൊക്കെയാണ്? അമോണിയ,
മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അമോണിയയും മീഥെയിനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്. മീഥെയിനിൽ കാർബണും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. അമോണിയയിൽ നൈട്രജനും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. എന്നാൽ ഓക്സിജനിൽ 2 ഓക്സിജൻ്റെ ആറ്റമാണുള്ളത്. ഒരേ ആറ്റമാണല്ലോ, 2 ഒരേപോലത്തെ ഓക്സിജൻ്റെ ആറ്റം. അതുപോലെ ക്ലോറിനിൽ 2 ക്ലോറിൻ്റെ ആറ്റമാണ്. അതുപോലെ ഹൈഡ്രജനിൽ 2 ഹൈഡ്രജൻ്റെ ആറ്റമാണ്. മനസ്സിലായല്ലോ. എന്താ ഇവിടെ ഈ താഴെ ബോക്സിൽ തന്നിട്ടുള്ളത് കണ്ടോ? അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ പേരെന്താണ്? എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, അതായത് മൂലകങ്ങളും സംയുക്തങ്ങളും. അവയുടെ ഒരു ഡെഫിനിഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എലമെൻറ്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് മേഡ് അപ്പ് ഓഫ് ദ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ്. ഒരേ ഇനത്തിലുള്ള ഒരേ ടൈപ്പിലുള്ള ആറ്റം കൊണ്ട് നിർമ്മിതമായ പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂലകങ്ങൾ. മനസ്സിലായോ? എലമെൻറ്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ്, ശുദ്ധ പദാർത്ഥങ്ങളാണ് എലമെൻറ്റ്സ്. മെയ്ഡ് അപ്പ് ഓഫ്, നിർമ്മിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? ദ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ്, ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട്. They cannot be further divided into components through chemical reaction. ആ കെമിക്കൽ റിയാക്ഷനിലൂടെ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിലൂടെ ഇവയെ നമുക്ക് ഫർദർ വീണ്ടും വിഘടിപ്പിക്കാൻ കഴിയില്ല, വീണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. They cannot be further divided. ഇവയെ വീണ്ടും വിഘടിപ്പിക്കാൻ കഴിയില്ല, ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. into components through chemical reaction. രാസപ്രവർത്തനത്തിലൂടെ ഘടകങ്ങളായിട്ട് ഇവയെ വീണ്ടും വിഘടിപ്പിക്കാൻ കഴിയില്ല. മനസ്സിലായോ? ഇനി നമ്മൾ കോമ്പൗണ്ട്സിൻ്റെ ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ്. കോമ്പൗണ്ട്സും എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ശുദ്ധപദാർത്ഥങ്ങളാണ്. ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഓഫ് 2 or more elements in a fixed ratio. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ കെമിക്കൽ റിയാക്ഷനിലൂടെ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിലൂടെ ഒരു ഫിക്സഡ് റേഷ്യോയിൽ, നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന പ്യുവർ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ്. പ്യുവർ സബ്സ്റ്റൻസ് ആണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഓഫ് 2 or more elements. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ്. എങ്ങനെ? ഇൻ എ ഫിക്സഡ് റേഷ്യോ, ഒരു നിശ്ചിത അനുപാതത്തിൽ കൂടിച്ചേർന്നാണ് എന്ത് രൂപം കൊള്ളുന്നത്? കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങൾ രൂപം കൊള്ളുന്നത്. ദീസ് ക്യാൻ ബി ഡിസോസിയേറ്റഡ് ഇൻറ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. ഇവയെന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റും, വിഘടിപ്പിക്കാൻ കഴിയും. ഇൻറ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ. ഈ കോമ്പൗണ്ട്സിന് നമുക്ക് എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഘടകമൂലകങ്ങളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഏതിലൂടെ? കെമിക്കൽ റിയാക്ഷനിലൂടെ. മനസ്സിലായോ? ദീസ് ക്യാൻ ബി ഡിസോസിയേറ്റഡ്. ഇതിനെ നമുക്ക് ഡിസോസിയേറ്റ് ചെയ്യാം. ഈ സംയുക്തങ്ങളെ അല്ലെങ്കിൽ കോമ്പൗണ്ട്സിനെ നമുക്ക് വിഘടിപ്പിക്കാൻ കഴിയും. എങ്ങനെയാണ്? ഇൻറ്റു കോൺസ്റ്റിറ്റ്യൂവൻസ് എലമെൻറ്റ്, അതായത് അതിൻ്റെ ഘടകമൂലകങ്ങളായിട്ട്. അതായത് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഘടകമൂലകങ്ങൾ എന്ന് പറയുന്നത് കാർബണും ഓക്സിജനുമാണ്. അപ്പോൾ ഈ കാർബണായിട്ടും ഓക്സിജനായിട്ടും അവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസോസിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് എലമെൻസിൻ്റെയും കോമ്പൗണ്ട്സിൻ്റെയും ഡെഫിനിഷൻ. പഠിച്ചോളണം കേട്ടോ. ഇനി കാറ്റഗറൈസ് ദ ഫോളോയിങ് ഇൻറ്റു എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അവയെ നമ്മൾ എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും കാറ്റഗറൈസ് ചെയ്യണം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓക്സിജൻ, വാട്ടർ, സോൾട്ട്, ഷുഗർ, കാർബൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, മാഗ്നീഷ്യം ഓക്സൈഡ്. ഇവയെ എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും കാറ്റഗറൈസ് ചെയ്ത് എഴുതണം. അതായത് ഇവിടെ സെയിം ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ, ആറ്റംസ് ആണെങ്കിൽ അത് എലമെൻറ്റ്സ് ആയിരിക്കും അല്ലേ. സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ആണെങ്കിൽ അത് എലമെൻറ്റ്സ് ആയിരിക്കും. ഡിഫറെൻ്റ് ആണെങ്കിൽ അത് കോമ്പൗണ്ട്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സെയിം ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ഏതിനൊക്കെയാണ്? ഓക്സിജനും കാർബണും നൈട്രജനും. കാർബണിന് 2 എണ്ണം ഉണ്ട്, 1 എണ്ണേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ എഴുതിയേക്കുന്നതിൽ 2 എണ്ണം ഉണ്ട്, 2 എണ്ണം ഇല്ല, 1 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഓക്സിജൻ, കാർബൺ, നൈട്രജൻ. ഓക്കെ ആണല്ലോ. ഇനി കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? അപ്പോൾ വാട്ടർ കോമ്പൗണ്ട്സ് ആണ് H2O, സോൾട്ട് NaCl, സോഡിയം ക്ലോറൈഡ്, പിന്നെ ഷുഗർ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ അമോണിയ, മാഗ്നീഷ്യം ഓക്സൈഡ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ ആണല്ലോ. മലയാളം മീഡിയംകാരിവിടെ വാട്ടറിന് പകരം ജലം, സോൾട്ട് എന്ന് വെച്ചാൽ കറിയുപ്പ്, ഷുഗർ എന്ന് പറയുമ്പോൾ പഞ്ചസാര, ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. അങ്ങനെ എഴുതി ചേർത്താൽ മതി. അടുത്തതായിട്ട് ഇതാ ഇവിടെ കുറേ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? കുറേ സിമ്പിൾസ് കൊടുത്തേക്കുന്നു. വി യൂസ് മെനി സൈൻസ് ലൈക്ക് ദ എബോവ് വൺസ് ഇൻ അവർ ഡേ കമ്മ്യൂണിക്കേഷൻ. ഡു യു നോ വാട്ട് ഈ സൈൻസ് റെപ്രസെൻറ്റ്സ്? അതായത് നമ്മുടെ എന്തിനാ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ കുറേ സിമ്പിൾസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓരോ സിമ്പിൾസും എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈ ആർ ദേ യൂസ്ഡ്? എന്തിനായിരിക്കും ഈ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഈ സിമ്പിൾസ് എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമുക്കിവിടെ പഠിക്കുകയൊന്നും വേണ്ട, എന്നാലും ഇത് എന്തിനെക്കുറിച്ചുള്ള സിമ്പിൾസ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് മുകളിൽ ഓരോന്നിൻ്റെ. റേഡിയോ ആക്റ്റീവ്, രണ്ടാമത്തത് യൂണിസെഫ്, മൂന്നാമത്തത് റെഡ് ക്രോസ്, നാലാമത്തത് റുപ്പിയുടെ സൈൻ.
പിന്നെ താഴത്തെ റോയിലാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് കിടക്കുന്നത് മെഡിക്കൽ സിമ്പിളാണ്. രണ്ടാമത് കിടക്കുന്നത് ലോ ഓർ അഡ്വക്കേറ്റിൻ്റെ ലോയുടെയൊക്കെ സൈനാണ്. മൂന്നാമത് കിടക്കുന്നത് പെഡസ്ട്രിയൻ ക്രോസിങ്ങിൻ്റെ സിമ്പിളാണ്. ഏറ്റവും ലാസ്റ്റ് വൺ നാലാമത് കിടക്കുന്നത് സ്കൂൾ സോണിൻ്റെ സിമ്പിളാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പെഡസ്ട്രിയൻ ക്രോസിങ്ങും സ്കൂൾ സോണിൻ്റെ സിമ്പിൾസും ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലെ റുപ്പിയുടെ സൈന് നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ മെഡിക്കൽ സിമ്പിൾ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ആ സിമ്പിൾസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഇവിടെ എഴുതിയേക്കുന്നത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ സിമ്പിളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ നമ്മൾ അല്ലെങ്കിൽ ഒരു ചിഹ്നം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് വളരെ ലളിതമായിട്ടും വ്യക്തമായിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സിമിലർലി സൈൻസ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എലമെൻറ്റ്സ്. നമ്മൾ എലമെൻറ്റ്സിനെ സൂചിപ്പിക്കാനും നമുക്ക് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ നോൺ ആസ് കെമിക്കൽ സിമ്പിൾസ്. ഇവയെ കെമിക്കൽ സിമ്പിൾസ് എന്നാണ് പറയുന്നത്. കെമിക്കൽ സിമ്പിൾസ് മലയാളത്തിൽ നമ്മൾ പ്രതീകങ്ങൾ എന്ന് പറയുന്നു. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? എ സിമ്പിൾ അല്ലെങ്കിൽ പ്രതീകം റെപ്രസെൻറ്റ്സ് ആൻ ആറ്റം ഓഫ് ആൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മൂലകത്തിൻ്റെ ഒരു ആറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ സിമ്പിൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ കെമിക്കൽ സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. The modern symbol system of representing elements by letters was introduced by a scientist named Berzelius. ബെർസിലിയസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് ഈ അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ച് ലെറ്റേഴ്സൊക്കെ ഉപയോഗിച്ച് ഈ എലമെൻസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആവിഷ്കരിച്ചത്. മനസ്സിലായോ? അപ്പോൾ എലമെൻസിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ എലമെൻസിനെ സിമ്പിൾസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ആവിഷ്കരിച്ചത് ആരാണ്? ബെർസിലിയസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് കേട്ടോ. ഒറിജിൻ ഓഫ് സിമ്പിൾസ്. The elements hydrogen is represented by the letter H. H എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഹൈഡ്രജനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി നെയിം ഓഫ് ദി എലമെൻറ്റ് ഈസ് യൂസ്ഡ് ഹിയർ ആസ് ദ സിമ്പിൾ. അതായത് ആ എലമെൻറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എച്ച്. അത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ, സിമ്പിളായിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നോട്ട് ദാറ്റ് ദ ലിസ്റ്റ് ഓഫ് അതർ എലമെൻറ്റ്സ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദെയർ നെയിം എക്സ്പാൻഡ് ദ ലിസ്റ്റ് ബൈ ആഡിങ് മോർ എലമെൻറ്റ്സ്. അതായത് ഓരോ എലമെൻറ്റിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ച് സിമ്പിളിനെ കാണിക്കുന്നത് ആണ് ഇവിടെ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. നോക്കിയോളൂ, വേറെ കുറച്ച് മൂലകങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് ഈ ഒരു ടേബിൾ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് കാർബണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സി അല്ലേ, നൈട്രജൻ ആണെങ്കിൽ എൻ, സൾഫർ ആണെങ്കിൽ എസ്, ഓക്സിജൻ ആണെങ്കിൽ ഒ. അതേപോലെ ബാക്കി വേറെ ഏതൊക്കെ മൂലകങ്ങൾ നമുക്ക് ഇതേപോലെ കൊടുക്കാൻ പറ്റും? നോക്കിയോളൂ, ഫ്ലൂറിൻ, സൾഫർ, ഫോസ്ഫറസ്, അയഡിൻ, ഇതൊക്കെ നമുക്ക് ഇതേപോലെ. ഇതിൻ്റെ ഫ്ലൂറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഫ് ആണ്, അതുപോലെ സൾഫറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. അപ്പോൾ സൾഫറിനെ സൂചിപ്പിക്കുന്ന എസ് എന്ന് വെച്ചിട്ട്, ഫോസ്ഫറസ് പി, അതുപോലെ അയഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഐ വെച്ചിട്ട്. ഇനി നോക്കിയോളൂ, ദ എലമെൻറ്റ് ഹീലിയം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സിമ്പിൾ എച്ച് ഇ. ഹീലിയം എന്ന് പറഞ്ഞ എലമെൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എച്ച് ഇ എന്ന് പറയുന്ന ആ ഒരു എച്ച് ഇ എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റേഴ്സ് ഓഫ് ദി ഇംഗ്ലീഷ് നെയിം ആർ യൂസ്ഡ് ഹിയർ. ഇവിടെ എലമെൻറ്റിൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെയും ലെറ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് കുഡ് ബി ദ റീസൺ? അതിൻ്റെ കാരണം എന്താണ്? some elements are represented by another letter along with the first letter of the English name in uppercase. See more example of using two letters as symbols. അതായത് ചില എലമെൻറ്റ്സ് നമ്മളിങ്ങനെ രണ്ട് ലെറ്റേഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപ് ലെറ്ററും സെക്കൻഡ് ലെറ്ററും നമ്മൾ കൊടുക്കുന്നത് സ്മോൾ ലെറ്റർ ആയിട്ടായിരിക്കും. അങ്ങനെ എലമെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഹീലിയം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഏതൊക്കെയാണ്? അലുമിനിയം ഉണ്ട്, ക്ലോറിൻ, അലുമിനിയം AL, ക്ലോറിൻ CL, ക്യൂറിയം CM, പിന്നെ കാൽസ്യം എങ്ങനെയാണ്? CA. The first letter of the English name is used uppercase along with the second letter of any other prominent letter in lower case. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ മാത്രമാണ് നമ്മൾ അപ്പർ കേസിൽ എഴുതേണ്ടത്, സെക്കൻഡ് ലെറ്റർ എന്താണ്? ലോവർ കേസിലാണ് എഴുതുന്നത്. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ആൻഡ് എക്സ്പാൻഡ് ദ ലിസ്റ്റ്. ഈ ലിസ്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടൈറ്റാനിയത്തിൻ്റെ സിമ്പിൾ TI ആണ്, T പിന്നെ സ്മോൾ ലെറ്റർ I. പിന്നെ റുബീഡിയം RB വെച്ചിട്ടാണ് റെപ്രസെൻറ്റ്. അതുപോലെ ബേരിയം BA, അതുപോലെ മാംഗനീസ് MN. കണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് എന്താണ്? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററും സെക്കൻഡ് ലെറ്റർ സ്മോൾ ലെറ്ററും ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത നോക്കിയോളൂ, ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി സം എലമെൻറ്റ്സ് ഹാവ് സിമ്പിൾസ് ബേസ്ഡ് ഓൺ ദെയർ ലാറ്റിൻ നെയിംസ്. എന്നാൽ ചില മൂലകങ്ങൾക്ക്, ചില എലമെൻറ്റ്സിന് അവയുടെ ലാറ്റിൻ പേരിൽ നിന്നാണ് സിമ്പിൾസ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. എലമെൻറ്റ്സ് സോഡിയത്തിൻ്റെ ലാറ്റിൻ പേര് നാട്രിയം. എന്താണ്? നാട്രിയം. അതിൻ്റെ സിമ്പിൾ അപ്പോൾ Na. അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നെയിം കാലിയം, K വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി അയണിൻ്റെ ലാറ്റിൻ നെയിം ഫെറം, അത് ഏത് വെച്ചിട്ട് റെപ്രസെൻറ്റ്? Fe. അതുപോലെ ഗോൾഡിൻ്റെത് ഓറം AU. അതുപോലെ കോപ്പറിൻ്റെ കുപ്രം CU. അപ്പോൾ
ഇതേപോലെ ലാറ്റിൻ നെയിം വെച്ചിട്ടാണ് ചില എലമെൻസിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ടേബിൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അത് നമുക്ക് ചെയ്യാം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിൽവർ. സിൽവറിൻ്റെ ലാറ്റിൻ നെയിം അർജൻറ്റം. എന്താണ് അർജൻറ്റം? അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് AG. അതുപോലെ ടിന്നിൻ്റെ ലാറ്റിൻ നെയിം സ്റ്റാനം. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് SN. അതുപോലെ ആൻറ്റിമണിയുടെ ലാറ്റിൻ നെയിം സ്റ്റിബിയം. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് SB. അതുപോലെ മെർക്കുറിയുടെ ലാറ്റിൻ നെയിം ഹൈഡ്രാജുറം. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് HG. അത് താഴെ കൊടുത്തിട്ടുണ്ട്. വെള്ളി അർജൻറ്റം AG, ടിൻ സ്റ്റാനം SN, ആൻറ്റിമണി സ്റ്റിബിയം SB, മെർക്കുറി ഹൈഡ്രാജുറം HG. നമുക്ക് അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.